നമ്മൾ ചൈൽഡ് കമ്പോണന്റിനകത്ത് ഒരു ചൈൽഡ് കമ്പോണന്റിനകത്ത് at input size is equal to 0 കൊടുത്തിട്ടുണ്ട്. ഓൺ ചേഞ്ചസിനകത്ത് അതിന്റെ കൺസോൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് പ്രോപ്പർട്ടീസിനകത്ത് എന്ത് ചേഞ്ചസ് വന്നാലും എക്സിക്യൂട്ട് ആവുന്ന ലൈഫ് സൈക്കിൾ ആണ് ഓൺ ചേഞ്ചസ്. അപ്പം അതിനകത്ത് നമ്മൾ അതിന്റെ വാല്യൂ കൺസോൾ ലോഗ് കൊടുത്തിരിക്കുക. 0 നിന്ന് അത് വേറൊരു വാല്യൂ ആയി കഴിഞ്ഞാൽ നമുക്ക് കൺസോൾ ലോഗ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആപ്പ് കമ്പോണന്റ് ഡോട്ട് HTML-നകത്ത് നമ്മൾ സൈസ് ഇസ് ഈക്വൽ ടു 100 കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സ്റ്റാൻഡേർഡ് ഓൺ കമ്പോണന്റ് ആണ്. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്സിനകത്ത് ചൈൽഡ് കമ്പോണന്റ് കൊടുക്കുകയും വേണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചൈൽഡ് വർക്ക്സ് എന്ന് പറയും. ഇവിടെ ഒരു 100 എന്ന് പറയുന്ന വാല്യൂ അടിച്ച് വരികയും ചെയ്യുന്നുണ്ട്. You can ignore the error. ഇത് ബേസിക് ആയിട്ടുള്ള ബേസിക് എക്സാമ്പിൾ ആണ്. ടെംപ്ലേറ്റ് ആയിട്ട് വാല്യൂ എങ്ങനെ മൈൻഡ് ചെയ്യുന്നുള്ള ബേസിക് എക്സാമ്പിൾ ആണ്. രണ്ടാമത് വരുന്ന റിക്വയർഡ് എന്ന് പറയുന്നത് ട്രൂ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചൈൽഡ് കമ്പോണന്റ് ഡോട്ട് TS എടുക്കുക. ഞാൻ ബാക്കി നേരത്തെ ഉള്ളതൊക്കെ ക്ലോസ് ചെയ്യുകയാണ്. അതിനകത്ത് റിക്വയർഡ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ സൈസ് ഇസ് ഈക്വൽ ടു 100 എന്നുള്ളത് ചൈൽഡ് കമ്പോണന്റ് റിമൂവ് ചെയ്ത് കളയുക. You can see there is an error coming up at the bottom. Size from required input size from the file must be specified എന്ന് വന്നിട്ട് എറർ വരും. റിക്വയർഡ് നമുക്കൊരു ബേസിക്കലി ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻപുട്ട് പേരന്റിൽ നിന്ന് കിട്ടിയേ മതിയാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ലോജിക്ക് ഫെയിൽ ആവും ഫോർ ഷുവർ ആണെന്നുണ്ടെങ്കിൽ റിക്വയർഡ് ഈക്വൽ ടു ട്രൂ കൊടുക്കാം. ഇനിയുള്ളത് ഇൻപുട്ട് ട്രാൻസ്ഫോം. റിക്വയർഡ് ഈക്വൽ ടു ട്രൂ പോലെ ഞാൻ അവിടെ റിക്വയർഡ് ഈക്വൽ ടു ട്രൂ കൊടുത്തല്ലോ. അതുപോലെ തന്നെ നമുക്ക് ആ ഇൻപുട്ടിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ സൈസ് ഇസ് ഈക്വൽ ടു 100 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഞാൻ ഇവിടെ ഒരു ട്രാൻസ്ഫോം ഫംഗ്ഷൻ എഴുതുകയാണ്. വാല്യൂ any
ട്രാൻസ്ഫോം ഫംഗ്ഷൻ എന്നുള്ളത് ഞാനത് പുറത്ത് കൊടുക്കാൻ നോക്കിയാണ്. കൺസോൾ ലോഗിനകത്ത് 100 പിക്സലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആ ഫംഗ്ഷൻ ആക്ച്വലി ഞാൻ നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ലോജിക്കായിട്ട് ക്ലാസ്സിന്റെ പുറത്താണ് എഴുതിയിരിക്കുന്നത് ട്രാൻസ്ഫോം സൈസ് എന്ന് പറഞ്ഞിട്ട്. ട്രാൻസ്ഫോം സൈസ് വാല്യൂവിനോട് പിക്സൽ ആഡ് ചെയ്യാന്ന് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അത് റിക്വയർഡ് ട്രൂ ട്രാൻസ്ഫോം സൈസ് എന്ന് പറയുമ്പോൾ 100 എന്നുള്ളത് 100 പിക്സലായി. അപ്പം എൻജി ഓൺ ചേഞ്ചസിലേക്ക് വാല്യൂ എത്തുന്നതിന് മുമ്പ് തന്നെ ട്രാൻസ്ഫോം വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഗെറ്ററും സെറ്ററിന് പകരം ട്രാൻസ്ഫോം ഉപയോഗിക്കണം എന്നാണ് ആക്ച്വലി പ്രിഫേർഡ് ആയിട്ട് പറയുന്നത്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഇത് സിമ്പിൾ ഒരു കാര്യമാണ്. ഇതിന്റെ ഈ സൈസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 0 ആണ്. 0 പിക്സൽ കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് ഈ ട്രാൻസ്ഫോമിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്പർ ആണ്. നമ്മൾ ഇവിടുന്ന് ആപ്പ് കമ്പോണന്റ് ഡോട്ട് HTML എന്ന് പാസ് ചെയ്യുന്ന വാല്യൂ അത് എന്താണോ അതെന്ന് പറയുന്നത് ട്രാൻസ്ഫോമിന്റെ ഇൻപുട്ട് ടൈപ്പ് ആയിരിക്കും. ട്രാൻസ്ഫോമിന്റെ റിട്ടേൺ ടൈപ്പ് ആയിരിക്കും അറ്റ് ഇൻപുട്ട് പറയുന്ന വേരിയബിളിന്റെ ടൈപ്പ്. കാരണം ഇപ്പൊ സൈസ് എന്ന് പറയുന്നത് എന്തായിട്ടുണ്ട്? സൈസ് എന്ന് പറയുന്നത് ഇപ്പം സ്ട്രിങ് ആയിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന അത്രയും. പിന്നെ ബിൽറ്റ് ഇൻ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. ആംഗുലറിന് 2 ബിൽറ്റ് ഇൻ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ബൂളിയൻ ആട്രിബ്യൂട്ടും ഒന്ന് നമ്പർ ആട്രിബ്യൂട്ടും.
ഞാൻ കോപ്പി ചെയ്യാൻ നോക്കട്ടെ. ഡിസേബിൾഡ് എന്നുള്ളത് ഞാൻ ഹലോ എന്നൊരു വാല്യൂ കൊടുത്തു. നമ്പർ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ 0 ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ നമ്പർ ഈക്വൽ ടു സ്ട്രിങ് ആയിട്ട് 34 പാസിംഗ് ആണ്. സോറി, ഹലോ എന്നുള്ളത് സിംഗിൾ അട്രിബ്യൂട്ട്. ഈ ഫസ്റ്റ് വാല്യൂ ട്രൂവും സെക്കൻഡ് വാല്യൂ നമ്പർ 34 ആയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ബൂളിയൻ അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു അട്രിബ്യൂട്ട്സിനകത്ത് വാല്യൂ, ഈ അട്രിബ്യൂട്ടിനകത്ത് ഒരു വാല്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അത് ട്രൂ ആയിട്ട് എടുക്കും. അവിടെ ആ വാല്യൂ പ്രസന്റ് ആണ്. ഞാൻ ഈ ഡിസേബിൾഡ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഡിസേബിൾഡ് എന്നുള്ള സംഭവം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫോൾസ് ആയിട്ടായിരിക്കും എടുക്കുക. ഓൾറെഡി ഒരു മിനിറ്റ്. ഡിസേബിൾഡ് ഞാൻ ഇത് ഇവിടെ ട്രൂ ആക്കി കൊടുക്കാം. ഇവിടെ ട്രൂ ആക്കി കൊടുത്തത് കൊണ്ട് ഇവിടെ വാല്യൂ വരുന്നത് ട്രൂ ആണ്. ഇവിടെ ഞാൻ ഫോൾസ് കൊടുത്തിട്ടുണ്ട്. ആ ഫോൾസിനെ ഫോൾസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് സിസ്റ്റം കമ്പൈലർ ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ലൈൻ പറഞ്ഞിരിക്കുന്നത് imitates the behavior of standard Boolean attribute, whereas the presence of attribute indicates a true value. However, Angular's Boolean attribute treats a literal string false as a Boolean false. Pass a given number producing an A and if the passing fails. ഇവിടെ നമുക്ക് നമ്പറിന് പകരം ഞാൻ ഇവിടെ ഒരു എ ഇട്ട് കൊടുക്കുകയാണ്. ആയിരിക്കണം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. നമ്പറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് എ നമ്പർ എന്ന് പറയുന്നൊരു നമ്പർ വാല്യൂ. ഇത്രയും നമുക്ക് ഇൻപുട്ടിനകത്ത് വരുന്നുണ്ട്. ഇൻപുട്ടിനകത്ത് ഇത്രയല്ലേ ഉള്ളൂ. പിന്നെ ഗെറ്ററും സെറ്ററും ആണ് പറയുന്നത്. ഒരു ഏലിയാസ് കൊടുക്കാൻ പറ്റും ഇതിനകത്ത്.
ടെസ്റ്റ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് വന്നു. Alias does not affect the usage of property. The types of code generally avoid aliasing of component. This feature can be useful for renaming the properties or preferring an alias for general name for avoiding collisions for the name of the DOM, native DOM element properties. The first parameter in the place of getters and setters. നമ്മൾ ഓൾറെഡി ഉള്ളത് getter value. ഇപ്പോൾ ഇൻപുട്ടിനകത്ത് getters സെറ്റേഴ്സും ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിപ്പം നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നില്ല. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. Okay. Near the specify input in addition to input decorator, you can specify a component inputs with input property as input decorator. This can be useful when the component inherits a base class. നമുക്കൊരു ബേസ് ക്ലാസ് വേണം അപ്പോൾ ഇവിടെ. അപ്പോൾ നമുക്കിപ്പോൾ 2 ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ബേസ് ക്ലാസ് ജനറേറ്റ് ചെയ്യാൻ പോവാണ്. തൽക്കാലത്തേക്ക് നമുക്ക് ചൈൽഡ് ക്ലാസ് ബേസ് കമ്പോണന്റ് എക്സ്റ്റെൻസ് ചൈൽഡ് കമ്പോണന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ചൈൽഡ് കമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്യണമായിരിക്കും. എന്നിട്ട് ഇതിനകത്ത് ഇൻപുട്സ് ബേസ് കമ്പോണന്റിനകത്ത് 0 പിക്സൽ വന്നു. ഇനി ബേസ് കമ്പോണന്റിനകത്ത് നമ്മൾ ഇതുവരെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിട്ടില്ല. ബേസ് കമ്പോണന്റിനകത്ത് ഞാൻ സൈസ് എന്ന് പറയുന്നത് 200 കൊടുക്കണം. ഇതെന്താ വാല്യൂ വരുന്നത് നോക്കാം. 200 എന്നാണ്. ആ ട്രാൻസ്ഫോം ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല. ട്രാൻസ്ഫോം ഫംഗ്ഷൻ വർക്ക് ചെയ്യത്തില്ല. നമ്മളിവിടെ ട്രാൻസ്ഫോം കൊടുത്തിട്ടുണ്ട് ഇൻപുട്ടിനകത്ത്. ആ ട്രാൻസ്ഫോം ഫംഗ്ഷൻ നമുക്കിവിടെ വർക്ക് ആയി കിട്ടില്ല. പക്ഷെ വാല്യൂ അതുപോലെ തന്നെ വരുന്നുണ്ട്. 0 പിക്സൽ ആദ്യം വന്ന ട്രാൻസ്ഫോമിൽ 0 പിക്സൽ അല്ല. അപ്പം നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇൻപുട്ടിനകത്ത് ട്രാൻസ്ഫോം എന്നുള്ളത് എന്താവില്ല, ഇൻഹെറിറ്റ് ആവില്ല. ഇവിടെയും ഡിസേബിൾഡ് എന്നുള്ളത് ഇവിടെയും നമുക്ക് ഏലിയാസസ് കൊടുക്കാൻ പറ്റും. വേറൊരു വാല്യൂ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. രണ്ടുകൂടെ കൺഫ്യൂഷൻ ആവണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ബേസ് കമ്പോണന്റിനകത്ത് ഇൻപുട്ട് സൈസ് സൈസ്
base size is equal to 300 കൊടുത്തു. ഇവിടെ base size 300 വന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് accessing data with input properties എന്ന് പറയുന്നത്.